എനിക്ക് അച്ഛനാകണമെന്നുള്ള വിചാരമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇൻഫ്ലുവൻസ് ഉണ്ട്. ദിവസേന ഞങ്ങൾ കുർബാന അർപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്. ദൈവമാണ് നമ്മളെ പൗരോഹിത്യം നൽകുന്നതും നമ്മളെ വിളിക്കുന്നതും. ഒരു ഇടയൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഇടയനായി തീരുവാനായിട്ട് നമ്മൾ അവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ജാൻസി രൂപത മുൻ മെത്രാൻ അഭിവന്യ പീറ്റർ പറപ്പുള്ളിൽ 1946 ഡിസംബർ 2 കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പെരുമാനൂരിൽ ജനനം. 1976 ഫെബ്രുവരിയിൽ വൈദികനായി അഭിഷിക്തനായി. സെയിന്റ് ജോർജ് പ്രൈമറി സ്കൂൾ പെരുമാനൂർ, സേക്രഡ് ഹാർട്ട് ഹൈസ്കൂൾ തേവര, ഇന്റർമീഡിയറ്റ് സെയിന്റ് പോൾസ് കോളേജ് കളമശ്ശേരി എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ആലുവ കർമ്മലഗിരി സെമിനാരിയിൽ നിന്ന് ഫിലോസഫിയും, അലഹബാദ് സെയിന്റ് ജോസഫ് പൊന്തിഫിക്കൽ റീജിയണൽ സെമിനാരിയിൽ നിന്ന് തിയോളജിയും പൂർത്തിയാക്കി. ബുന്ദേൽഖണ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. 1991 ഫ്രാൻസിലെ ലിയോൺ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമയും സ്വന്തമാക്കി. 2005 മുതൽ ജാൻസി രൂപതയുടെ വികാരി ജനറലായി സേവനമനുഷ്ഠിച്ചു. 2012 ഒക്ടോബർ 31 ബെനഡിക്ട് 16 പാപ്പ അദ്ദേഹത്തെ ജാൻസി രൂപതയുടെ മെത്രാനായി നിയമിച്ചു. 2026 ജനുവരി 6 ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. ഇപ്പോൾ ജാൻസി രൂപതയുടെ ബിഷപ്പ് എമരിറ്റസ് ആണ്. അദ്ദേഹത്തിന്റെ ജീവിത വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അഭിവന്യ പീറ്റർ പറപ്പുള്ളിൽ പിതാവിന് ഇടയ ശബ്ദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പിതാവെ, അങ്ങ് ഒരു മിഷൻ രൂപതയിൽ നീണ്ട വർഷക്കാലം ശുശ്രൂഷ ചെയ്ത ഒരു പിതാവാണ്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. അങ്ങയുടെ ബാല്യകാലത്തെക്കുറിച്ചും അങ്ങ് വൈദികനാകാൻ ആഗ്രഹിച്ച ആ സാഹചര്യങ്ങളെക്കുറിച്ചും ഒന്ന് പങ്കുവയ്ക്കാവോ? ഞാൻ ജനിച്ചത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കണിയാമ്പൂർ താലൂക്കിൽ പെരുമാനൂർ എന്ന സ്ഥലത്താണ്. പെരുമാനൂർ. ആ സ്ഥലത്ത് ഒരു കുരിശിന്റെ പള്ളി ഉണ്ടായിരുന്നു. വരവുകാട്ട് കുരിശ് പള്ളി എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അത് വരാപ്പുഴ ഡയസിന്റെ ആയിരുന്നു അല്ലേ? വരാപ്പുഴ ഡയസിന്റെ ഈ സെന്റ് ജോർജസ് ചർച്ച് പെരുമാനൂരിന്റെ സെമിത്തേരി പള്ളി എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഒരു സബ്സ്റ്റേഷൻ പോലെ. അവിടെ വ്യാകുല മാതാവിന്റെ ഒരു രൂപവും, അത് പറയുന്നത് അത് ഒഴുകി വന്ന് അവിടെ സ്ഥാപിച്ചെന്നാണ് പറയുന്നത്. പള്ളി കുരിശിന്റെ പള്ളിയാണ്, ഹോളി ക്രോസ്. അപ്പോ മാതാവിന്റെ പെരുന്നാളും കുരിശിന്റെ പെരുന്നാളും ഒന്നിച്ചാണ് ഘോഷിക്കുന്നത്, സെപ്റ്റംബർ 14 15 അപ്പൊ 2 പെരുന്നാളുകളും ഒന്നിച്ചു വരുന്നത് കൊണ്ട് കുരിശിന്റെ പള്ളിയാണ്. പക്ഷേ കൊമ്പരിയ ആഘോഷിക്കുന്നത് ഈ മാതാവിന്റെ തിരുനാളായിരുന്നു. കൊമ്പരിയ തിരുനാളായിട്ട്, വലിയ തിരുനാളായിട്ട് ആഘോഷിക്കുന്നു. ആ പള്ളിയുടെ അതിർത്തിയിലാണ് എൻ്റെ വീട്. എൻ്റെ വീടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പള്ളിമുറ്റത്താണ് ഞാൻ എത്തുന്നത്. അത്ര അടുത്താണ് നിൽക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഈ പൊന്നുരുന്തി ആശ്രമത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വൈദികൻ ഫാദർ തിയോഫിൻ, ഫാദർ ഫുൾജൻസ്, ഫാദർ റിച്ചർഡ്, ഇവർ 3 പേരും ആദ്യം വന്ന് ഒരു വാടക വീട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് വന്ന് താമസിക്കുകയും ദിവസേന ഈ
ശ്മശാന പള്ളിയിൽ കുർബാന അർപ്പിച്ചുകൊണ്ട് അവർ അവിടെ സേവനമനുഷ്ഠിച്ചു. അപ്പം ഞാനായിരുന്നു അതിൻ്റെ ശുശ്രൂഷ ബാലകൻ. ആ സമയത്ത് ലത്തീനിലാണ് കുർബാന അർപ്പിക്കുന്നത്. അപ്പം ഞങ്ങളത് ലത്തീനൊക്കെ പഠിച്ച് ശുശ്രൂഷ ബാലകനായിട്ട് അന്ന് വളരെ വളരെ ഊർജിതയോടുകൂടി ഞങ്ങളത് പഠിച്ച് ശുശ്രൂഷ ബാല ശുശ്രൂഷ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ട് നന്നായിട്ടും ചെയ്യാനായിട്ട് ഞങ്ങൾ പഠിക്കുകയും ദിവസേന ഞങ്ങൾ കുർബാന അർപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്. എടവകപ്പള്ളി സെന്റ് ജോർജ് പുത്തൻപള്ളി, അത് പെരുമാനൂർ പള്ളി, അത് സെന്റ് ജോർജിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പള്ളിയാണ്. സെന്റ് ജോർജസ് ചർച്ച് പെരുമാനൂർ. അത് ഒരു 1/2 കിലോമീറ്റർ അവേ, ഈ സ്ഥലത്ത് നിന്ന് 1/2 കിലോമീറ്റർ ദൂരത്താർന്ന് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഡോക്കിരിക്കുന്ന സ്ഥലം, ഇപ്പൊ ഷിപ്പ്യാർഡ് എടുത്ത് അവിടെ ഡോക്കുണ്ടാക്കി ആ സ്ഥലമാണ് സെമിത്തേരിയും സെമിത്തേരി പള്ളിയും ആ പറമ്പും സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പിതാവ് ആദ്യം പറഞ്ഞ കുരിശുപള്ളി ഇപ്പൊ അവിടെ ഇല്ല. ആ സ്ഥലത്താണ് ഇപ്പൊ ഷിപ്പ്യാർഡ് വന്നത്. അത് ഡോക്ക് ഉണ്ടാക്കി അവിടെ. ഇപ്പോൾ ആ സ്ഥലത്ത് കണ്ടെന്നാൽ തന്നെ അറിയില്ല, അവിടെ പള്ളിയുമില്ല, ഒന്നുമില്ല. അതിന് പകരമാണ് വേറൊരു സ്ഥലം കൊടുത്തത്. വേറൊരു സ്ഥലം കൊടുക്കുകയായിരുന്നു ഗവൺമെന്റ്. ഫാദർ അലക്സാണ്ടർ വടക്കുന്തലയായിരുന്നു ആ സമയത്തുള്ള വികാരിയച്ഛൻ. അദ്ദേഹമാണ് എന്നെ അച്ഛനാക്കാനായിട്ട്, വൈദിക ബാലകനാകാനായിട്ട് വിടുന്നതും ബിഷപ്പിൻ്റെ കൊണ്ടുപോയി റെക്കമെൻഡ് ചെയ്ത് എന്നെ മൈനർ സെമിനാരിയിൽ അഴക്കുന്നതും എനിക്ക് പ്രചോദനം നൽകിയതും എല്ലാം അലക്സാണ്ടർ വടക്കുന്തല പിതാവാണ്. എൻ്റെ വിദ്യാഭ്യാസം നടന്നത് പെരുമാനൂർ പള്ളിയിലെ ചെറിയ ചെറിയ പ്രൈമറി സ്കൂളിലും അതിനുശേഷം കൊവേന്തയിൽ തേവരെ പോയി പഠിക്കാനായിട്ട് എന്നെ വിടുകയും ചെയ്തു. അപ്പൊ എൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്റ് ജോർജസ് പ്രൈമറി സ്കൂളിലും അതിനുശേഷം തേവര സേക്രഡ് ഹാർട്ട് സ്കൂളിലും ആയിരുന്നു. അപ്പോൾ പ്രചോദനം കിട്ടുന്നത് ഈ കൊവേന്തയിലെ അച്ഛന്മാരിൽ നിന്നാണ്. അവർ ഞങ്ങളെ ശുശ്രൂഷ ബാലകന്മാരായിട്ട് സ്വീകരിക്കുകയും അവർക്ക് ഞങ്ങൾക്ക് നല്ലോണം പ്രചോദനവും ഇൻസ്പിറേഷൻ നൽകി. എന്ത് വെച്ചാൽ തിയോഫിൻ അച്ഛൻ അന്നേ ഒരു പുണ്യാളനായിരുന്നു. ഇപ്പോൾ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനുള്ള പ്രോസസ്സ് നടക്കുന്നെങ്കിലും അന്നേ ഒരു വിശുദ്ധനായിട്ടാണ് പുള്ളി ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഞങ്ങൾക്ക് വളരെയധികം ഒരു വലിയ പ്രചോദനമായിരുന്നു. പിതാവിന് ഈ വളരെ ചെറുപ്പം മുതൽ തന്നെ അച്ഛനാകണമെന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴാണോ? ഇല്ല, എനിക്ക് അച്ഛനാകണമെന്നുള്ള വിചാരമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ അച്ഛനാകാൻ പോകണമെന്നൊന്നും ആരും പറഞ്ഞില്ല. എന്തുകൊണ്ടെന്നാല് ആരും ചോദിച്ചുമില്ല, ആരും പറഞ്ഞുമില്ല. 10ാം ക്ലാസ് പാസ്സായപ്പോൾ ഞാനുണ്ടല്ല പെരുമാനൂർ പുത്തൻപള്ളിയുടെ ആങ്കണത്തിൽ ഞാൻ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ആ സമയത്ത് വികാരിയച്ഛൻ എന്നെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, റിസൾട്ട് വന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നു. പാസ്സായോ എന്ന് ചോദിച്ചു. പാസ്സായെന്ന് പറഞ്ഞ്. അപ്പൊ പറഞ്ഞ് എന്നാ വൈദികനാകാൻ ഇഷ്ടമുണ്ടാന്ന് ചോദിച്ചു. പറഞ്ഞു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴാണ് അച്ഛൻ എന്നെയും കൂട്ടിക്കൊണ്ട് അപ്പോൾ തന്നെ അരമനയിൽ പോവുകയും അട്ടിപ്പേറ്റി പിതാവിനെ കാണുകയും എന്നെ സെലക്ഷൻ ചെയ്തുകൊണ്ട് അട്ടിപ്പേറ്റി പിതാവ്, അഭിനന്ദ വട്ടിപ്പേറ്റി പിതാവ് എന്നെ മൈനർ സെമിനാരിയിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പം മൈനർ സെമിനാരി ഇവിടെ ആയിരുന്നോ? അതെ. ജാൻസി രൂപതയിലേക്ക് പിന്നീടാണോ പോകുന്നത്, അല്ലെങ്കിൽ തുടക്കം മുതൽ? അപ്പൊ എന്നെ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അട്ടിപ്പേറ്റി ആദ്യം ചോദിച്ച ചോദ്യമാണ്, മിഷന് പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഓഹോ, അന്ന് തന്നെ ചോദിച്ചു. നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞു. അതിനുശേഷം മിഷന്റെ കാര്യമൊന്നും പറഞ്ഞില്ല.
അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഫിലോസഫി കഴിഞ്ഞതിന് ശേഷമാണ് മിഷന് പോകാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ പോകാമെന്നും പറഞ്ഞ് ഝാൻസിയിൽ നിന്ന് വന്ന അച്ഛന്മാർ എന്നെ സമീപിക്കുകയും എന്നെ ഝാൻസിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അങ്ങനെയാണ് ഝാൻസി രൂപതയുടെ അംഗമായി തീരുന്നത്. ഈ അതിരൂപതക്ക്, വരാപ്പള്ളി അതിരൂപതയ്ക്ക് ഝാൻസി രൂപത അഡോപ്റ്റ് ചെയ്ത രൂപതയാണ്. ആദ്യമുള്ള അച്ഛൻ അവിടെ മിഷൻ ഡയസിസ് ആണ്. അവിടെ പ്രീസ്റ്റിന് ട്രെയിനിങ് ചെയ്യാനുള്ള സ്ഥലമില്ല, മൈനർ സെമിനാരി ഇല്ല, വേറൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് പഠിച്ച അച്ഛന്മാരാണ് അവിടെ പോയി ജോലി ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ അച്ഛനായപ്പോൾ 15 അച്ഛന്മാർ എൻ്റെ മുന്നേ ഇവിടെ നിന്ന് വരാപ്പുഴ അതിരൂപതയിൽ നിന്ന് പോയി ജോലി എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവരോടുകൂടി തിയോളജി പഠിച്ച്, അവിടെ പോയി തിയോളജി പഠിച്ച്, ഹിന്ദി ഭാഷ പഠിച്ചു. അതിനുശേഷം ആൾക്കാരുടെ ആചരണങ്ങളും അവരുടെ ദിനചര്യകളും പഠിച്ചെടുത്തു, അവരുടെ സ്വഭാവങ്ങൾ പഠിച്ചെടുത്തു, അവർ ജീവിക്കുന്ന ആ തരീക്ക പഠിച്ചെടുത്തു. അങ്ങനെ ഞാൻ അതിൽ മിഷനറി ആയിട്ട് മാറുകയാണ് ചെയ്തത്. പിതാവ് ഇപ്പം പൗരോഹിത്യത്തിന്റെ 50ാമത്തെ വാർഷികം, സുവർണ ജൂബിലിയുടെ നിറവിലാണ്. ഈ 50 വർഷം ഒരു മിഷൻ ഡയസിസിൽ വൈദികനായും ബിഷപ്പായും ഒക്കെ ശുശ്രൂഷയിൽ നിലനിൽക്കാൻ പിതാവിനെ ശക്തമാക്കിയ ഒരു ആത്മീയ രഹസ്യം ഉണ്ടായിരിക്കുമല്ലോ, അതെന്തായിരിക്കും? അത് പരിശുദ്ധാത്മാവിന്റെ രഹസ്യമാണ്, നമ്മൾക്കൊന്നും പറയാൻ പറ്റൂല. നമ്മളെ പരിശുദ്ധാത്മാവ് കൈകൾ പിടിച്ചുകൊണ്ട് നമ്മളെ നടത്തുന്നത് പോലെയാണ് നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിന് വേണ്ടി അർപ്പിച്ചപ്പെട്ട വ്യക്തികളാണ്. എൻ്റെ സെമിനാരി ജീവിത സമയത്തും എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെന്റ് ചെറിയൊരു ഗ്രാമത്തിലാണ് നടന്നത്. ഒരു കുഗ്രാമത്തിൽ, കാട്ടിൽ നിന്നുള്ള ഒരു കുഗ്രാമത്തിൽ. അവിടെയും ദൈവത്തിൻ്റെ ആ പ്രതിഭയും ദൈവത്തിൻ്റെ ആ ശക്തിയും ദൈവത്തിൻ്റെ ആ പരിപാലനയും നമ്മൾക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നമ്മോടുകൂടി നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവമാണ് നമ്മളെ പൗരോഹിത്യം നൽകുന്നതും നമ്മളെ വിളിക്കുന്നതും നമ്മളെ ശ്രദ്ധിക്കുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും ദൈവമാണെന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുശേഷം ഞാൻ സെന്റ് ജൂഡ് ഷ്രൈൻ, ഒരു തീർത്ഥയാത്ര കേന്ദ്രമുണ്ട് അവിടെ, സെന്റ് ജൂഡിന്റെ നാമധേയത്തിൽ വളരെ ഫേമസ് ആണ്. അവിടെ 10 കൊല്ലം ഞാൻ സേവനം ചെയ്യുവാനുള്ള എനിക്ക് ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. ഞാൻ ആദ്യമായിട്ട് എന്നെ അപ്പോയിൻമെന്റ് ചെയ്തത് സെന്റ് ജൂഡ് ഷ്രൈനിലാണ്, അധികാരമേൽത്ത് ചെയ്യാനായിട്ട്. അതിനു മുമ്പ് ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് ഒരു കുഗ്രാമത്തിലും ഗോളിയോറിലും ജോലി എടുത്തിട്ടുണ്ട്. പിതാവ് അപ്പൊ പറയായിരുന്നു ആത്മീയ രഹസ്യം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. ഒരുപാട് ദൈവിക പരിപാലനയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞായിരുന്നു. വളരെ ശക്തമായ ഒരു ദൈവാനുഭവം ഈ 50 വർഷത്തിനിടയിൽ ഓർത്തെടുക്കാൻ പറഞ്ഞ എന്തായിരിക്കും? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗോഡ് എക്സ്പീരിയൻസ് അങ്ങനെ ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് പറ്റുമോ? ഗോഡ് എക്സ്പീരിയൻസ് ഇത് നമ്മുടെ എവിടെ ജോലി എടുക്കുന്നുവോ, എന്ത് ജോലി ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നുവോ അതിലെല്ലാം ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. എന്ത് ജോലിയായിരുന്നാലും ശരി, ഷ്രൈനിലെ ഇൻചാർജ് ആയാലും ശരി, ഇടവകയിലായാലും, ഇടവകയിൽ ഇരിക്കുന്നതാണ് ഏറ്റവും മഹനീയമായിട്ട് എനിക്ക് തോന്നിയിട്ട്. എന്താണെന്ന് വെച്ചാൽ ആടുകളെ മേയിച്ചു കൊണ്ടുള്ള ജീവിതമാണ്, ആടുകളോടൊരു ഇടപഴകിക്കൊണ്ടുള്ള ജീവിതമാണ്. ഓരോ കുടുംബങ്ങളെയും അവരുടെ വേദനകളെയും സഹനങ്ങളെയും അനുഭവിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ദൈവം തന്നെ നമ്മൾക്ക് അത് കാണിച്ചു തരും. ഇവർക്ക് എൻ്റെ ആവശ്യമുണ്ട്, ഒരു ഇടയന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഒരു ഇടയനായി തീരുവാനായിട്ട് നമ്മൾ അവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ രൂപതയിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങളും വേദനകളും സഹനങ്ങളും, ചിലപ്പം ആളുകൾ മരിക്കുന്നു, അവിടെ സഹിക്കുന്നു, രോഗങ്ങളിൽ ജീവിക്കുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരോടൊത്ത് ജീവിക്കുക. ദൈവം അവരോടുകൂടി നടക്കുന്നു, ദൈവം അവരോടുകൂടി ജീവിക്കുന്നു. നമ്മളെ ഒരു അവയവമായിട്ട് മാറ്റിക്കൊണ്ട് അവരെ സഹായിക്കാനായിട്ടും അവർക്ക് എല്ലാ തുണയാകാനായിട്ടും ദൈവം നമ്മളെ നിയോഗിക്കുന്നു. ആ നിയോഗമാണ് നമ്മൾക്ക് ഏറ്റവും വലുതായിട്ട് മനസ്സിലാവുന്നത്. ആ നിയോഗമാണ് ഏറ്റവും വലിയ ദൈവാനുഭവം. പിതാവേ, ഇപ്പോ വിശ്രമ
ജീവിതം നയിക്കുകയാണല്ലോ. എങ്ങനെയാണ് പിതാവിന്റെ വിശ്രമ ജീവിത ദിനചര്യകൾ എങ്ങനെയാണ്? എൻ്റെ വിശ്രമം എന്ന് വെച്ചാൽ ഞാൻ അങ്ങ് മുഴുവനായിട്ട് വിശ്രമിക്കുന്നില്ല. ഏഹ് ഓ. ഞാൻ എന്നാൽ കഴിയുന്ന വിധം മിഷൻ സ്റ്റേഷനിൽ പോകാനും പിതാവിനോടൊപ്പം നിൽക്കുവാനും ഇപ്പോഴുള്ള പിതാവിനെ സഹായിക്കുവാനും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഇടവകയിൽ വന്നാലും ഞാൻ ഇവിടുത്തെ വികാരിയച്ഛനോടുകൂടെ നിന്നുകൊണ്ട് കുർബാന അർപ്പിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ചെയ്യുന്നു. എൻ്റെ നമ്മൾക്ക് ഒരു വിശ്രമമില്ല ഈ ലോകത്തിൽ. ഓടിക്കൊണ്ടിരിക്കണം നമ്മൾ. ദൈവത്തോടുകൂടി പരിപാലന മനസ്സിലാക്കുവാനായിട്ട് ദൈവഹിതം അനുസരിച്ച് ദൈവം നമ്മളോട് പറയുന്നില്ല നിങ്ങൾ ഇനി വെറുതെ ഇരുന്നോളാൻ പറയുന്നില്ല. അതൊക്കെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്. നമ്മൾക്ക് നമ്മുടെ തന്നെ മുക്തിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലിയെടുക്കണം. മരിക്കുന്നത് വലിയ ജോലിയെടുക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജോലിയെടുക്കണം. ദൈവമാണ് നമ്മളെ നയിക്കുന്നത്, മുന്നോട്ട് നയിക്കുന്നത്. ദൈവഹിതം എന്തെന്ന് വെച്ചാൽ അത് ചെയ്യുവാനായിട്ട് നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം. അപ്പൊ ശരിക്കും പേരിനൊരു റിട്ടയർമെന്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് നിയമം അനുസരിച്ച് റിട്ടയർമെന്റ് അനുസരിച്ച്. പക്ഷെ ശുശ്രൂഷ നടന്നുകൊണ്ടേയിരിക്കും. അവസാന ശ്വാസം ആരും നമ്മൾ എല്ലാ ദിവസവും കുർബാന കാണണം, നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതിൽ കൂടുതലായിട്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഓഫീസിൽ ചെല്ലുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് എന്താ ചെയ്യുന്നത്? ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും വലിയത്. കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ തെലപ്പതി മറ്റുള്ളവരിൽ ധാരാളമായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ട് പ്രാർത്ഥന വഴി വലിയ മിഷണറി പ്രവർത്തനം ചെയ്യാൻ സാധിക്കും. പോകേണ്ട ആവശ്യമില്ല, ദൂരെ പോകുന്നുണ്ട്. നമ്മളുടെ ചാപ്പലിൽ ഇരുന്നു കൊണ്ട് തന്നെ വളരെയധികം മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിതാവ് ജാൻസി രൂപതയുടെ ബിഷപ്പായിട്ട് 13 വർഷക്കാലമാണല്ലോ ശുശ്രൂഷ ചെയ്തത്. ഈ 13 വർഷക്കാലം ഒരു രൂപതയെ നയിച്ച ഇടയൻ എന്ന നിലയിൽ ഏറ്റവും വലിയ നേട്ടമായിട്ട് അങ്ങ് കരുതുന്നത് എന്താണ്? ഞാൻ കരുതുന്നത് ദൈവത്തിൻ്റെ ഇൻസ്പിറേഷൻ, ദൈവത്തിൻ്റെ പ്രേരണ ധാരാളമായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കാര്യം. എന്തുകൊണ്ടെന്നാൽ ഞാൻ അതിനു മുമ്പ് വികാരി ജനറലായിട്ട് വർക്ക് ചെയ്തു ജാൻസി രൂപതയുടെ. ആ കാലത്ത് എന്നെ നയിച്ചത് ബിഷപ്പ് ഫ്രെഡറിക് ഡിസൂസയാണ്. ഫ്രെഡറിക് ഡിസൂസ 38 വർഷക്കാലം ആ ഡയസിനെ നയിച്ചു. ആ പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ആ പിതാവിൻ്റെ സോഷ്യൽ വർക്കർ ആയിരുന്നു ഞാൻ. ആ പിതാവ് എന്നെ സെന്റ് ജൂഡ് ഷ്രൈനിൻ്റെ അധികാരിയായിട്ട് നിയമിച്ചു. ആ പിതാവ് തന്നെ എന്നെ വികാരി ജനറലായിട്ട് നിയമിച്ചു. അപ്പോൾ ആ പിതാവ് എന്നെ നയിക്കുകയായിരുന്നു, മുമ്പോട്ട് നയിക്കുകയായിരുന്നു. ആ പിതാവ് എന്നെ തയ്യാറാക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ അവിടെയുള്ള പോരായ്മകളും അവിടെയുള്ള കഷ്ടപ്പാടുകളും മനസ്സിലാക്കിക്കൊണ്ട് ആ ജാൻസി മിഷനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഞാൻ ചുമതലയേറ്റതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ഷാലോം ടിവിയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഒരു നല്ലതായിട്ട് പഠിക്കാനായിട്ട്, എല്ലാ മിഷനെ പറ്റിയും പഠിക്കാനായിട്ട്. ഷാലോം ടി വി ഒരു ജാൻസി മിഷൻ എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്രമാത്രം നമ്മളുടെ പോരായ്മകളും നമ്മളുടെ നന്മകളും നമ്മളുടെ സ്ട്രെങ്ത്തും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മനസ്സിലാക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും ഡയസിസിലെ ഏറ്റവും വലിയ ആഗ്രഹം, ആവശ്യം മനുഷ്യരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതാണ്. അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചു. ഞാൻ എൻ്റെ കാലത്ത് 22 സ്കൂളുകൾ ഉണ്ടാക്കി. സ്ഥലം വാങ്ങിക്കുകയും ആ സ്ഥലത്തിന് മ്യൂട്ടേഷൻ ചെയ്യുകയും ആ സ്ഥലം ഞങ്ങളുടെ പേരിലിടുകയും എല്ലാം ചെയ്തുകൊണ്ട് ഒരു സ്കൂളും ഒരു കോൺവെന്റും ഒരു അച്ഛന്മാർ താമസിക്കുന്ന ഒരു സ്ഥലവും ഒരു ചെറിയൊരു പള്ളിയും ഉണ്ടാക്കി
അങ്ങനെ 22 സെന്ററുകൾ ഉണ്ടാക്കി വിദ്യാഭ്യാസം മുഴുവനാക്കാനായിട്ട് കുട്ടികളെ അതെല്ലാം വളർന്നു വരികയാണ്. ഈ 13 വർഷത്തിനിടയിൽ 22ഓളം സ്ഥലങ്ങളിൽ പള്ളിയും സ്കൂളും ഗവൺമെന്റും ഒക്കെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് അത് തന്നെ ഒരു വലിയ നേട്ടമാണ്. അത് എന്റെ മിടുക്കല്ലാതെ അതെ പരിശുദ്ധാത്മാവിന്റെ ദാനമാണത്. എന്ന് വെച്ചെന്നാല് എനിക്ക് സന്തോഷവുമുണ്ട്. എന്ന് വെച്ചെന്നാല് എൻ്റെ മുഴുവൻ ശക്തിയും അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു. അതെല്ലാം സ്കൂളുകളെല്ലാം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ എന്നിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത പിതാവ് അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതെ, ശരിക്കും അത് വരും തലമുറയ്ക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ട്. വളരെ എപ്പോഴും സന്തോഷം തരുന്ന കാര്യമാണ്. നാം തുടങ്ങി വെച്ചത് അത് പൂർത്തിയാക്കാനായിട്ട് മറ്റുള്ള പിതാക്കന്മാര് ശ്രമിക്കുകയും അത് എല്ലാവരും കൂടി ചെയ്യുകയും എല്ലാ അച്ഛന്മാരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങള് വിദ്യാഭ്യാസം അവിടെ ചെയ്യുന്ന ഗ്രാജുവേഷൻ എടുക്കും, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കും, അതിനുശേഷം BEd എടുക്കും. എന്നിട്ട് ഞങ്ങൾ തന്നെ ആ വിദ്യാഭ്യാസ കേന്ദ്രത്തെ ഞങ്ങൾ തന്നെ നയിച്ചുകൊണ്ട് അതിനെ വളർത്തിക്കൊണ്ടുവരും. അപ്പോൾ ഡിസിപ്ലിൻ ഉണ്ടാകും, അവിടെ ദൈവികത ഉണ്ടാകും, അവിടെ കൂട്ടായ്മയുണ്ടാകും, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. എപ്പോഴും ദൂരദേശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മാതാപിതാക്കന്മാര് ഞങ്ങളുടെ കേന്ദ്രത്തിലേക്ക് വരികയാണ്. മാതാപിതാക്കന്മാർ തങ്ങളുടെ കുട്ടികളെ അയക്കുകയും നല്ല വിദ്യാഭ്യാസം പ്രാപിക്കുകയും നല്ല ശിക്ഷണം പ്രാപിക്കുകയും നല്ല ഡിസിപ്ലിനായിട്ട് ജീവിക്കുവാനും കഴിയും. അതാണ് ഞങ്ങളുടെ മിഷൻ. പിതാവ് 91 മീഡിയയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. ഇതിപ്പോ ഒരു നവയുഗ മാധ്യമ കാലമാണത്. ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ നെഗറ്റീവായിട്ട് ഈ യൂത്തിനെയും ടീനേജേഴ്സിനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. എങ്ങനെയാണ് അത് പോസിറ്റീവായിട്ട് യുവജനങ്ങൾക്ക് നൽകാൻ കഴിയും? മീഡിയ ഈസ് ദ മെസ്സേജ്. നമ്മളും മെസ്സേജ് ആകണം. നമ്മൾ ഓരോരുത്തരും മീഡിയ ആവണം, ഓരോരുത്തരും മെസ്സേജ് ആകണം. ദൈവത്തിന്റെ മെസ്സേജ് അവർക്കാണെങ്കിൽ നമ്മൾ തന്നെ വ്യതിയാനം ഉണ്ടാവുകയും നമ്മൾ ഒരു മെസ്സേജ് ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഘോഷിക്കുകയും വേണം. അതാണ് വിറ്റ്നസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും കാതല്. പരിശുദ്ധാത്മാവും പറയുന്നതാണ്, നിങ്ങളെ എൻ്റെ സാക്ഷിയാക്കുന്നു. ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. മീഡിയ വഴിയെ നമ്മൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും മെസ്സേജ് ആവണം, നമ്മൾ ഓരോരുത്തരും സാക്ഷ്യമാണ്. പിതാവ്, ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഷാലോം പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ള മെസ്സേജ് എന്താണ്? എനിക്ക് പറയാനുള്ള മെസ്സേജ് ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ആണ് ഈ മിഷൻ കേന്ദ്രങ്ങളെ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും. നമ്മൾ വെറും കരുക്കളായിട്ട് മാറുന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ. എല്ലാം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹിതമനുസരിച്ച് എല്ലാം നടക്കുന്നു. നമ്മളെ ചുമതല ഏൽപ്പിക്കുന്നതും ദൈവമാണ്, നമ്മളെ നയിക്കുന്നതും ദൈവമാണ്. ദൈവത്തിൻ്റെ കരങ്ങൾക്ക് എതിരായിട്ട് നിൽക്കാതെ ദൈവഹിതത്തിന് അനുസൂതം വളരുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് ഒത്തുജീവിക്കുവാനും ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്നു. എല്ലാ മക്കളെയും ദൈവം തൻ്റെതാക്കി തീർക്കുന്നു. എല്ലാ മക്കൾക്കും അനുഗ്രഹങ്ങളും ആശിസ്സുകളും നൽകുന്നു. ഈശോ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ച ഒരു വലിയ കാര്യമാണ്, നമ്മൾ ഒന്നായിരുന്നത് പോലെ ഇവരെയും ഒന്നാക്കുക. എൻ്റെ പ്രാർത്ഥന ഇതാണ്, നമ്മളെല്ലാവരും ഒന്നായി തീരുക. അവിടെ വിഭാജനം ഉണ്ടാകരുത്, വർഗീയത ഉണ്ടാകരുത്. നാം എല്ലാവരും ഒന്നായി തീർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹിമപ്പെടുത്തുകയും ചെയ്യുക. പിതാവേ, ഇടയ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ഒരു ബ്ലെസ്സിങ് കൊടുക്കുകയും ചെയ്താൽ നന്നായിരുന്നു. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും ഒന്നായി തീരുവാനായിട്ട്. നമ്മളെ വിഭജിക്കുന്ന വസ്തുതകൾ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നാം എല്ലാവരും ഒന്നായി തീരുവാനും ആ സാഹോദര്യത്തിലും ആ മിത്രതയിലും ആ കൂട്ടായ്മയിലും നമുക്ക് വളരുവാനും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട്
നാം ദൈവഹിതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഉള്ളിലുള്ള സന്തോഷം പ്രകടമാക്കുകയും ആ സന്തോഷത്തിൽ നാം പ്രാർത്ഥനാ ജീവിതത്തിൽ മുൻതൂക്കം നൽകുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് എപ്പോഴും നമുക്ക് പ്രചോദനം ലഭിക്കുകയും ചെയ്യും. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാം ചെയ്യുന്ന ഈ മീഡിയ പ്രവർത്തനം വഴി ധാരാളം ആളുകൾ ദൈവത്തിലേക്ക് അടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ.